ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ മത്തായും മറിയവും ഈശോയെ സ്വീകരിക്കുന്ന ഭാഗമാണ്. അതിന് തൊട്ടു മുമ്പായിട്ട് നല്ല സമറിയാക്കാരൻ ഉപമ നമ്മൾ കാണുന്നു, വായിക്കുന്നു. ഈ ഉപമയിൽ ഈശോ എപ്രകാരം സഹോദരനെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. തുടർന്ന് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണം, ഈശോയെ സ്നേഹിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. ഈ സുവിശേഷം വായിക്കുമ്പോൾ മർത്ത ഈശോയെ അത്രമാത്രം സ്നേഹിച്ചവളാണ്. ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ഭവനം ഇതാ അവൾ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ മർത്തായുടെ സ്നേഹത്തിൻ്റെ ആഴം തീർച്ചയായിട്ടും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ മർത്ത വളരെ ബിസിയാണ്. ആ ബിസിനെസ് ദൈവത്തെ കാണാനുള്ള ഒരു തടസ്സമായി, ദൈവത്തിന് മുമ്പിൽ എല്ലാം സമർപ്പിക്കാനുള്ള ഒരു തടസ്സമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയായിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 25-ാം വാക്യം ഉത്കണ്ഠ ഒഴിവാക്കാനായിട്ട് കർത്താവ് മലയിലെ പ്രസംഗത്തിൽ പറയുന്ന അതേ വാക്ക് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. നിനക്ക് ഉത്കണ്ഠ വേണ്ട, എന്താകുമെന്നുള്ള ആ ഒരു ചിന്ത വേണ്ട. നീ മുഴുകിയിരിക്കുന്നത് ശുശ്രൂഷയിൽ തന്നെയാണ്. പലവിധ ശുശ്രൂഷകളിൽ മർത്ത മുഴുകി. ദിയാക്കോണിയ എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ ശുശ്രൂഷ എന്നുള്ളതിൻ്റെ ആ പദം തന്നെയാണ് ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മർത്ത ശരിക്കും ദിയാക്കോണിയ വലിയ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഉണ്ടാകേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ മനോഭാവത്തെ പറ്റിയാണ് ഈശോ പറയുക. നിന്റെ ഹൃദയം സമർപ്പിക്കുക. നിന്റെ സൽക്കാരവും നിന്റെ സ്നേഹവും ആതിഥ്യ മര്യാദയൊക്കെ ഈശോയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ ഈശോ ആഗ്രഹിക്കുക നിന്നെ തന്നെയാണ്, നിന്റെ സർവസ്വവുമാണ്, നിന്റെ ഹൃദയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മർത്തായോടാണ് ഒരു പക്ഷേ അടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ മർത്തായെ പോലെയാണ്. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സമർപ്പണം പലപ്പോഴും പൂർണ്ണമല്ല. കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ അവിടെ ഹൃദയമില്ലാത്തതുപോലെ കടന്നു പോവുകയാണ്. ഈശോ നമ്മളെ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഹൃദയത്തെ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉള്ള് കർത്താവ് നമ്മളെക്കാളും കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കുന്ന കർത്താവ് പൂർണ്ണമായിട്ടും നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കപ്പെടുവാൻ കാത്തിരിക്കുന്നു. ഇതാണ് മർത്തായെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. മർത്തായുടെ സമർപ്പണം തീർച്ചയായിട്ടും ആഴമുള്ളതാണ്. കർത്താവ് സ്നേഹത്തോടെയാണ് മർത്തായോട് പറയുന്നത്, ഒരിക്കലും ശകാരിക്കുന്നില്ല. ആ സ്നേഹത്തോടെ മർത്തായെ കൂടി ആ സ്നേഹത്തിലേക്ക്, പൂർണ്ണമായ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, മർത്തായും മറിയവും ഒന്ന് ഗുരുവിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എത്രമാത്രം എളുപ്പമായിരുന്നേനെ. പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചിലപ്പോഴൊരു കൺസൾട്ടേഷൻ, ഒരു ഹൃദയം തുറന്നുള്ള ചർച്ചയില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലും ഇടവകകളിലും സന്യാസഭവനങ്ങളിലുമൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് എന്ന് തോന്നുകയാണ്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക മറിയത്തെക്കുറിച്ചാണ്. മറിയം ഈശോയുടെ കാൽക്കലിരുന്ന് വചനങ്ങൾ കേൾക്കുന്നു. ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന് പൗലോസ്ലീഹ പഠിച്ചതുപോലെ പ്രത്യേകമായിട്ട് നമ്മൾ നടപടി പുസ്തകത്തിൽ 22-ാം അധ്യായം 3-ാം വാക്യത്തിൽ അത് കാണുന്നുണ്ട്. ആ വാക്കുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഒരു വലിയ ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് പഠിക്കുന്നു. പക്ഷെ അക്കാലഘട്ടത്തിൽ സ്ത്രീകളെ ശിഷ്യരാക്കുകയില്ല വലിയ ഗുരുക്കൾ. പക്ഷേ ഈശോ തുല്യ പ്രാധാന്യം നൽകി മറിയത്തിന് പ്രത്യേകമായിട്ട് ശിഷ്യ എന്നുള്ള ആ പദവി നൽകുകയാണ് ശരിക്കും. അപ്പോൾ അത് നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ വചനങ്ങൾ, ലോഗോസ് എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യേശുവിനെ പിതാവിൻ്റെ വചനമായി കണ്ടുകൊണ്ട് മനസ്സിലാക്കി കർത്താവിൻ്റെ കാൽക്കലിരുന്ന് പഠിക്കുന്നു. ഉത്തമയായ ശിഷ്യയായിട്ട് അവൾ മാറുന്നു. പ്രത്യേകിച്ച് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനത്തിൽ അവിടെ മറിയം നല്ല ഭാഗം എന്നുള്ളതിൻ്റെ ഗ്രീക്ക് ഇൻഹെറിറ്റൻസ് എന്നാണ്. ഏറ്റവും നല്ല ഓഹരി അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നു.
12 ഗോത്രങ്ങൾക്ക് ഇസ്രായേൽ പണ്ട് കിട്ടിയ ഓഹരി പോലെ തന്നെ. അപ്പോൾ ഇത് വലിയ ഒരു സത്യമാണ് നമ്മോട് പറയുക. നമ്മുടെ ഓഹരി എന്താണ്? ഈശോയോടൊപ്പമായിരിക്കുക എന്നുള്ളതാണ്. ഈശോയുടെ ശിഷ്യനും ശിഷ്യയുമായിരുന്ന് വചനം കേട്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നതാണ് ഈ ശിഷ്യത്വം. അതിൽ ഓരോ ദിവസവും വളരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും. ഇത് പിന്നീട് സെന്റ് അഗസ്റ്റിൻ വിശദീകരിക്കുന്നത്, മർത്ത ചരിത്രത്തിൽ സഭയുടെ തീർത്ഥാടന സ്വഭാവത്തെ പറ്റി നമ്മോട് പറയുന്നു. എന്നാൽ മേരി ദൈവത്തിൽ നിത്യവിശ്രമം കൊള്ളുന്ന സഭയെ പറ്റിയാണ് പറയുക എന്നാണ്. ഈ മേരിയും മർത്തായും സഭയുടെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മളോട് പറയുന്നു എന്നുള്ളതും പരമ്പരാഗതമായിട്ട് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിൽ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥന വേണം, പ്രവർത്തനവും വേണം. ഈ രണ്ട് സഹോദരിമാർ നമ്മോട് പറയുക ഇത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് നമ്മൾ ചിന്തിക്കുക ഈ സുവിശേഷ ഭാഗത്തിന് നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇടവക ജീവിതത്തിലുമുള്ള ആ പ്രാധാന്യമാണ്. നമ്മളേറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നവരാണ്. നമ്മുടെ പ്രവർത്തനവും ജോലിയും ജീവിതാന്തസ്സിൻ്റെ കടമകളും അതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിലെല്ലാം നമുക്ക് ഈ സാധാരണ കാര്യങ്ങളിലൊക്കെ തന്നെ അവയെ വിശുദ്ധമായിട്ട് മാറ്റുവാൻ നമുക്ക് സാധിക്കും. സെക്യുലർ സേക്രഡ് എന്നുള്ള ആ ഒരു തരംതിരിവ് ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത് ഡൂയിങ് ഫോർ ക്രൈസ്റ്റ് ആൻഡ് ബീയിങ് ഫോർ ക്രൈസ്റ്റ്, ഇത് രണ്ടും തമ്മിലൊരു കോൺട്രഡിക്ഷൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ചിലപ്പോഴൊക്കെ ബഹുമുഖമായ പ്രവർത്തനങ്ങൾ, ഇടവകയുടെ സംഘടനകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നു, ഇടവക ജീവിതം ഉണർവുള്ളതാക്കുന്നു. പക്ഷെ ഇതിൽ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങൾ ശരിക്കും ആധ്യാത്മികത എവിടെയാണ്? നമ്മുടെ വലിയ ആഘോഷങ്ങൾ, ഒരുപക്ഷെ വലിയ ആരവങ്ങൾക്കിടയിലുള്ള ആഘോഷങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ യേശുവിന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, ദൈവവചനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, ദിവ്യകാരുണ്യ ആരാധന നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, സൈലന്റ് പ്രെയർ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ഈശോയെ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ഈ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വേണം. പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട് ഇതിലെല്ലാം ഈശോയിലേക്ക് അടുക്കാൻ എന്നെ സഹായിക്കുന്നുണ്ടോ? എൻ്റെ സമൂഹ ജീവിതത്തിൻ്റെ, എൻ്റെ ഇടവക ജീവിതത്തിൻ്റെ, എൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ ആ ഒരു ഗ്രാഫ് എവിടെയാണ്? ഈശോയുമായുള്ള ബന്ധത്തിൽ എപ്രകാരമാണ്? നീ നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് നാം ഓരോരുത്തരെക്കുറിച്ചും, നമ്മുടെ കുടുംബത്തെക്കുറിച്ചും ഇടവകയെക്കുറിച്ചുമൊക്കെ ഈശോ പറയുമോ? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിലാണ് നമ്മുടെ ജീവിത വിജയവും. മനസ്സിലാക്കി ജീവിക്കാൻ ഈശോ നമ്മളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.